ഹായ് എസ് എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് കുറേ ആളുകൾക്ക് ബ്രേക്കപ്പ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടും പല ആളുകളും അവരെ തിരികെ കൊണ്ടുവരാനുള്ള ടെക്നിക്കുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തിട്ട് അവർ വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതായത് നമ്മൾ സ്നേഹിച്ചിരുന്ന നമ്മുടെ ആ ഒരു എക്സ് തിരികെ വരാൻ വേണ്ടി അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ടെങ്കിൽ, ആ ഒരു സക്സസ് അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക? അതായത് എക്സ് നമ്മളിലേക്ക് തിരികെ വരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് അറിയാനായിട്ട് കഴിയും? അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഞാൻ ഈ പറയുന്ന സൈനുകൾ കാണുവാണെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും ഇല്ലാതെ നിങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കാം, അവർ വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട്. സോ നമ്മൾ അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, നമ്മളെക്കുറിച്ച് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിന്റെ സൈനുകൾ എന്നുള്ളത്. ഇതിലുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ വീണ്ടും തുടങ്ങുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ ബ്രേക്കപ്പ് ആയതിനു ശേഷം എന്തായാലും കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്രേക്ക് ആയിട്ടുണ്ടായിരിക്കാം. പിന്നെ അങ്ങോട്ട് നല്ല രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, കാരണം ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, പിന്നെ ബ്രേക്കപ്പ് ഒക്കെ ആയതല്ലേ. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്രേക്ക് ആയിട്ടുണ്ടാവാം. പക്ഷേ വീണ്ടും അവരായിട്ട് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിളിക്കാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു, ഇങ്ങനെ ഏതെങ്കിലും വഴി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളോടൊന്ന് സംസാരിക്കണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവരവിടെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു മുൻകൈ അവരെടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങളോട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു മടിയോ അല്ലെങ്കിൽ പേടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും വഴിയും നിങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി അവർ മുൻകൈ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് സൈൻ ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് എന്തായാലും സംസാരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അവർ പഴയ ഓരോ കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങൾ രണ്ടുപേരുടെയും ഓർമ്മകൾ, നല്ല ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അവര് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും. പഴയ ഓർമ്മകളെ കുറിച്ച് നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവർക്ക് അതിൽ നിന്ന് ഇപ്പോഴും മൂവ് ഓൺ ആവാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അവരതിലങ്ങനെ ബ്രേക്കായി നിൽക്കുകയാണ്. നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ആ പഴയ ഓർമ്മകളിൽ അവരങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ അതിലേക്ക് കൊണ്ടുപോവുക എന്നൊരു ചിന്ത കൂടി അവരിലുണ്ട്. അതായത് നിങ്ങളെ ആ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോവുക, ആ പഴയ ചിന്തയിലേക്ക് കൊണ്ടുപോവുക, അതിലൂടെ അവരെ നിങ്ങളിലേക്ക് ഒന്ന് കയറി പറ്റുക എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പഴയ കാര്യങ്ങളെക്കുറിച്ച് അവർ നിങ്ങളടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവുക, അതിനവർ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് പഴയ കാര്യങ്ങളെക്കുറിച്ച്, പഴയ ഓർമ്മകളെക്കുറിച്ച് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഭയങ്കര താല്പര്യം അവർക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ജോബ് സെറ്റായോ, പഠിക്കാൻ പോവാണോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റിയും ആഗ്രഹവും ഒക്കെ ആ വ്യക്തിയിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അത് നിങ്ങളോട് നേരിട്ടും ചോദിക്കാം, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും വഴി അറിയാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏത് വിധേനയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റിയും താല്പര്യവും ഒക്കെ അവരിൽ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്, വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പഴയ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ജെന്യുവൻ ആയിട്ട് അവർ താല്പര്യം കാണിക്കുകയാണ്. അതായത് മുന്നേ നമ്മൾ തമ്മിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ, അതിന്റെ കാരണം ഇതാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്, ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടി മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അവർ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് പഴയ പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയും അത് മുഴുവനായിട്ടും ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും പരിഹരിക്കാനുമായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് നിങ്ങളെ വിടാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഇഷ്ടമാണ്, തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ബ്രേക്കപ്പ് ആയി, നിങ്ങളും അവരും മൂവ് ഓൺ ആയി എന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ തമ്മിലുണ്ടായ പഴയ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒന്നാവണം. അപ്പൊ നിങ്ങൾക്കിടയിൽ വേറെ രീതിയിലുള്ള ഒരു പരസ്പരമുള്ള പിണക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹരിക്കാത്ത കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുതെന്ന് മനസ്സിൽ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവരുതെന്നൊക്കെ അവർക്ക് മനസ്സിൽ ആഗ്രഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ അവർ പ്രശ്ന പരിഹാരം നടത്തുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട്, തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്തോളൂ, അവർ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് തിരികെ എത്തും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട.
അപ്പോൾ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചാടിക്കേറി മറുപടി ഒന്നും കൊടുക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് വിളിക്കുമ്പോഴോ മെസ്സേജ് അയക്കുമ്പോഴോ പെട്ടെന്ന് തന്നെ കയറിയിട്ട് നീ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ നിന്റെ മെസ്സേജിന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നൊന്നും പറയരുത്. അവരുടെ ക്യൂരിയോസിറ്റി അവിടെ അവസാനിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് നിൽക്കാനായി ശ്രമിക്കുക. മെല്ലെ മെല്ലെ അവർ സംസാരിച്ച് തിരികെ വന്ന് നിങ്ങളോട് ഇപ്പോഴും ഇഷ്ടമാണ്, നമുക്ക് ഈ റിലേഷൻഷിപ്പ് വേണമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സൊക്കെ പതിയെ തുറക്കാം. എന്നാലും ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നതാണ് എപ്പോഴും കുറച്ച് ബെറ്റർ ആയിരിക്കുക എന്ന് കരുതി ഒരിക്കലും അവർക്ക് അവരോട് ഇഷ്ടക്കേടെന്ന് തോന്നരുത്. പക്ഷേ ചെറിയ ഗ്യാപ്പ് നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാവും നല്ലത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്